നാടൻ ചമ്മന്തികൾ, നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള കേരള സ്റ്റൈൽ 100% പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള തേങ്ങ അരക്കേണ്ടാത്ത 3 എണ്ണം. അതിലൊന്ന് സാത്വിക്കാണ് കേട്ടോ. അതായത് ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ഇല്ലാത്ത ചമ്മന്തിയാണേ. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ആദ്യത്തേത് മുളക് ചമ്മന്തി. ഇത് കുറെ പേർക്കൊക്കെ അറിയാമെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ പിരിയൻ മുളകിൻ്റെയും നമ്മുടെ സാധാരണ വറ്റൽ മുളകിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. വറ്റൽമുളക് 12 എണ്ണവും പിരിയൻ മുളക് 6 വലുതുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവൊന്ന് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത്. മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ നല്ലെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ലെണ്ണ ഉപയോഗിക്കുമ്പോൾ. ഇവിടെ ഒരു പാൻ, അടി കട്ടിയുള്ള ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് 2 പുളിങ്കുരുവിൻ്റെ വലുപ്പത്തിലുള്ള കായത്തിൻ്റെ കഷ്ണമാണ്. അത് എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് പൊടിയെന്ന രൂപത്തിലാവുമ്പോൾ അത് നമ്മൾ എണ്ണയിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ മുളകുകൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബേൺ ആവാതെ നോക്കണേ, കരിയാതെ നോക്കണേ. മുളകുകളുടെ നിറം ഒന്ന് പൊലിഞ്ഞു വരുമ്പോൾ അത് അടുപ്പത്തു നിന്ന് മാറ്റി ഒരു തണിഞ്ഞ പാത്രത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 മീഡിയം സൈസിലുള്ള വല്യുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തത്. ഇതിന് പകരം ചെറിയുള്ളി ഉപയോഗിക്കാം. ഒരു 5-8 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുരു കളഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റി ഏകദേശം ഇതേ പരുവത്തിലെത്തുമ്പോൾ, മൊരിഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇത് നമുക്ക് അടുപ്പത്ത് നിന്നും മാറ്റി നേരത്തെ മുളക് ചേർത്ത് വെച്ചിരുന്ന പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണിയട്ടെ. ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് തണിയാൻ നിൽക്കണ്ട. ഒരു വാം സ്റ്റേജിലെത്തുമ്പോൾ ഒരു ചെറു ചൂടോടുകൂടി നമുക്കൊരു മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച കായത്തിൻ്റെ കഷ്ണം ചേർക്കാം. ചീകിയെടുത്ത ശർക്കര 1 ടീസ്പൂൺ ചേർക്കാം. ഉപ്പും കൂടെ ഇവിടെ തന്നെ നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഏകദേശം ഇതുപോലെ ഈ ഒരു പാകത്തിന് അരച്ചെടുക്കാം. മുഴുവനായിട്ട് പേസ്റ്റായിട്ട് അരയ്ക്കരുത്. ഒരു കാര്യം പറയട്ടെ, ഇത് വളരെ ടെംപ്റ്റിംഗ് ആണ്. ചെറിയൊരു മധുരവും പുളിയും ആ എരിവും ഒക്കെ കൂടി വരുമ്പോൾ വളരെ ഫ്ലേവർഫുള്ളാണ്. നമ്മൾ അറിയാതെ കഴിച്ചു പോവും. പക്ഷേ നമ്മുടെ ശരീരം ശ്രദ്ധിക്കണം. എണ്ണയുണ്ട്, എന്നാലും പാകത്തിനേ കഴിക്കാവുള്ളൂ. ഇത് ഇഡ്ഡലി, ദോശ, ചോറ്, ചപ്പാത്തി, കപ്പ, അതായത് ടാപ്പിയോക്ക, ഇങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ചമ്മന്തി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചമ്മന്തിയിലേക്ക് കിടക്കാം. കുരുമുളക് ചമ്മന്തി, ഉണങ്ങിയ കുരുമുളക് ചമ്മന്തിയാണ്. ഇത് കുക്കിംഗ് ഒന്നുമില്ല, എല്ലാം നമുക്ക് കൂട്ടിയെടുക്കാനുള്ളതേ ഉള്ളൂ. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ചതച്ച കുരുമുളക് എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള കുരുമുളകും വേണമെങ്കിൽ എടുക്കാം. പക്ഷേ അത് അരച്ചെടുക്കുമ്പോൾ അത് ചിലപ്പം അരയാതെയോ ചതയാതെയോ ഇരിക്കാം. അതുകൊണ്ടാണ് ചതച്ച കുരുമുളക് തന്നെ എടുത്തത്. ഇതിനു വേണ്ടി ആദ്യം നമുക്കൊരു ചെറിയ മിക്സർ ജാറിലേക്ക് ഒരു 10-20 ക്ലീൻ ചെയ്ത ചെറിയുള്ളി എടുക്കാം. കൂടെ ചതച്ച കുരുമുളക്, ഉണങ്ങിയ കുരുമുളക് 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഫ്രഷ് കറിവേപ്പില 1 തണ്ട് എടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം മീഡിയം സ്പൈസി ആയിട്ടുള്ള പച്ചമുളക് 1 എടുക്കാം. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഇപ്പം ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാം. ശേഷം ഇപ്പം ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഇതുപോലെ അരച്ചെടുക്കാം, തരിതരിപ്പായിട്ട്. അതിൽ കുറച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ കാണുന്ന വിധത്തിൽ. ഇത് മിക്സിയിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഇനി വിനാഗിരിക്ക് പകരം മോര് അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, നാരങ്ങ നീര്, ഇതിലേതെങ്കിലും ഒന്നും നമുക്ക് ഉപയോഗിക്കാം. മോരാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്. പക്ഷേ ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വെക്കാൻ പോകുന്നത് കൊണ്ടാണ് വിനാഗിരി ഉപയോഗിച്ചത്. അതായത് നിങ്ങൾ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ വിനാഗിരി ഉപയോഗിക്കാം. അപ്പം കഴിക്കാനാണെങ്കിൽ
മോര് ഉപയോഗിച്ച് കഴിക്കുന്നതാവും ഏറ്റവും നല്ലത്. ഇനി ഇത് പച്ചക്കുരുമുളക് ഉപയോഗിച്ചും നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പച്ചക്കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 മണിക്കൂറിനധികം ഇത് വെക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിലായാലും പുറത്തായാലും പെട്ടെന്ന് കേടാവും. വളരെ രുചിയുള്ളതും നമ്മുടെ ഡൈജഷനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഈ ചമ്മന്തി മോരൊഴിച്ചും വിനെഗർ ഒഴിച്ചും രണ്ടും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരൂ കേട്ടോ. ഇനി രണ്ടാമത്തെ ചമ്മന്തിയും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചമ്മന്തി നോക്കാം. ഈ ഒരു ചമ്മന്തിയെ ഞങ്ങൾ വീട്ടിൽ ഒറ്റമൂലി ചമ്മന്തി എന്നും പാനക ചമ്മന്തി എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. ഒറ്റമൂലി ചമ്മന്തി എന്ന് വിളിക്കാൻ കാരണം നമ്മുടെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആയാൽ അല്ലെങ്കിൽ ഛർദിക്ക് ഒരു വൊമിറ്റിംഗ് സെൻസേഷൻ ഒക്കെ വരുമ്പോൾ ഒരു സ്പൂൺ ഇതെടുത്ത് കഴിച്ചാൽ മതി. വളരെ വേഗം ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. ഇത് എങ്ങനെയൊക്കെയാ കഴിക്കാൻ പറ്റുക എന്നുള്ളത് അവസാനം പറയാം കേട്ടോ. ഇതിലേക്കായിട്ട് ആദ്യം ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ചെറിയ മിക്സർ ജാറിലേക്ക്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ 2 മുതൽ 3 ടീസ്പൂൺ വരെ ആവാം കുരുമുളക്, ഉണക്ക കുരുമുളക് ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ. കൂടെ തന്നെ ശർക്കര കുറച്ച് നല്ലോണം വേണം കേട്ടോ. ഒരു വലിയ ആണി വെല്ലത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചീകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. ചില ശർക്കരയിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടാവാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓൾ ഇൻഗ്രീഡിയൻസ് ആർ ഇൻ. ഇനി ഇതേപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നല്ലേ, നമ്മൾ വയറ് അപ്സെറ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിൻ്റെ കൂടെ ഇതൊരു സ്പൂൺ ചേർത്ത് കഴിക്കാം. ഇനി അല്ല ഒരു സ്പൂൺ ഇത് മാത്രമായിട്ട് കഴിക്കാം. ഇനി ഇങ്ങനെ രണ്ടും കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു സ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം, ഒരു 250 മുതൽ 300 ml വെള്ളം വരെ തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലിട്ട് 1 ടീസ്പൂൺ ഈ ചമ്മന്തി ഇട്ട് തിളപ്പിച്ചിട്ട് കുടിക്കാം. അപ്പം നിങ്ങൾക്കൊരു ടേസ്റ്റ് വരും. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന പാനകത്തിൻ്റെ ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ പാനക ചമ്മന്തി എന്ന് വിളിക്കുന്നത്. പക്ഷെ പാനകത്തിൽ ഇതിനേക്കാളും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. തുളസി, ഏലം, അങ്ങനെ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസും കൂടെ വരും. അപ്പം നമ്മൾ 3 ചമ്മന്തി കണ്ടു: മുളക് ചമ്മന്തി, കുരുമുളക് ചമ്മന്തി, പാനക ചമ്മന്തി അല്ലെങ്കിൽ ഒറ്റമൂലി ചമ്മന്തി. അപ്പോൾ 3ഉം ട്രൈ ചെയ്ത് ആദ്യം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് എന്നോട് പറയൂ. ഇനി ഏതാണ് ഏറ്റവും ഉപകാരമായത് എന്നും കൂടെ എന്നോടൊന്ന് പറയണേ. ഫീഡ്ബാക്ക് കമൻറ്റിൽ ഇട്ടാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇത്രയും കണ്ടതിന് താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.